വാസ്തുവിദ്യയാണോ ഇവിടെ ആരാധിക്കുന്നത് എന്ന് തോന്നിപ്പോകും നമ്മൾ ഈ ക്ഷേത്രത്തിലെത്തിയാൽ. ഇത്രയും മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ വാസ്തുവിദ്യ ഉപാസിച്ച ആരുടെയോ കൈകൾ പിന്നിലുണ്ട് എന്ന് വ്യക്തമാണ്. അത്രയും ഭംഗിയിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ക്ഷേത്രം വിശ്വാസികളുടെ മാത്രമല്ല, വാസ്തുവിദ്യയിലും നിർമ്മാണത്തിലും താല്പര്യമുള്ളവരെ കൂടി ആകർഷിക്കുന്നു. കല്ലിലെഴുതിയ കഥകൾ പറയുന്ന കോലാപൂരിന് സമീപം കിദ്രാപൂരിൽ സ്ഥിതി ചെയ്യുന്ന കോപേശ്വർ ക്ഷേത്രത്തെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാം. ശിവപാർവതിമാരുടെ കഥയുമായി ബന്ധപ്പെട്ടാണ് കോപേശ്വർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം നിലകൊള്ളുന്നത്. മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ ആരാധനാ രീതി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശിവനെ ആശ്വസിപ്പിക്കാനായി മഹാവിഷ്ണുവാണ് അദ്ദേഹത്തെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. അതിനാൽ തന്നെ ഇവിടെ ശിവനോടൊപ്പം വിഷ്ണുവിനെയും ആരാധിച്ചു പോരുന്നു. നന്ദിയുടെ പ്രതിഷ്ഠ ഇവിടെ കാണാനില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. തന്റെ മാതാപിതാക്കളുടെ സമീപത്തേക്ക് യാഗത്തിന് പോയപ്പോൾ ശിവൻ നന്ദിയാണ് പാർവതിയുടെ കൂടെ അയച്ചത്. അതിനാൽ തന്നെ നന്ദിയുടെ പ്രതിഷ്ഠ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. ശിവലിംഗത്തിൽ ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. നിർമ്മാണ കലയുടെ മഹനീയമായ മാതൃകയാണ് കോപേശ്വർ ക്ഷേത്രം പറയുന്നത്. സില്ലാര നിർമ്മാണ ശൈലിയിൽ പണിത ഈ ക്ഷേത്രം കൃഷ്ണാനദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ മുകളിലായി കൊത്തിയിരിക്കുന്ന ആനകളുടെ രൂപവും 108 തൂണുകളും കൊത്തുപണികൾ നിറഞ്ഞ അകത്തളവും ചുവരുകളുമെല്ലാം ഇവിടുത്തെ ആകർഷണങ്ങളാണ്. മഹാഭാരതം, രാമായണം, നക്ഷത്രങ്ങൾ, പൂക്കൾ, ചെടികൾ, പക്ഷികൾ തുടങ്ങിയവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കൊത്തിയ രൂപങ്ങൾ ഇവിടുത്തെ ചുവരുകളെ അലങ്കരിക്കുന്നു. പരസ്പര ബന്ധിതമായ 4 ഭാഗങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. സ്വർഗമണ്ഡപം എന്നറിയപ്പെടുന്ന ആദ്യ ഭാഗത്തിൽ വിശിഷ്ടമായ കൊത്തുപണികളാണുള്ളത്. വൃത്താകൃതിയിലുള്ള മണ്ഡപത്തെ താങ്ങി നിർത്തുന്ന 48 തൂണുകൾ അതിമനോഹരമായാണ് പണികഴിപ്പിച്ചിരിക്കുന്നത്. ഓരോ തൂണിനും ഓരോ തരത്തിലുള്ള പണികളാണ്. കൂടാതെ വ്യത്യസ്തമായ ആകൃതിയിലാണ് ഓരോന്നിന്റെയും കൊത്തുപണികളും. സഭാമണ്ഡപവും ഗർഭഗൃഹവുമൊക്കെ വിവിധ തരത്തിലുള്ള അലങ്കാരങ്ങളാൽ സമൃദ്ധമാണ്. ബുദ്ധമതം ഉൾപ്പെടെയുള്ള മറ്റ് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട രൂപങ്ങളും ഇവിടുത്തെ ചുവരുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മതേതരമായി വിശ്വസിക്കുകയും മറ്റ് വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ക്ഷേത്രത്തിലെ ഭൂരിഭാഗം ശില്പങ്ങളും നിലവിൽ നശിക്കപ്പെട്ട നിലയിലാണുള്ളത്. മുഗൾ രാജാവായ ഔറംഗസീബിന്റെ ഡെക്കാൻ പ്രചരണകാലത്ത് ക്ഷേത്രശില്പത്തിന് ധാരാളം കേടുപാടുകൾ സംഭവിച്ചു. ഡെക്കാൻ സുൽത്താൻമാരുടെയും മുഗളന്മാരുടെയും സൈന്യം നടത്തിയ റെയ്ഡുകളിൽ 92 ആനകളുടെ ശില്പങ്ങളിൽ തുമ്പിക്കൈകൾ നശിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രം പറയുന്നതനുസരിച്ച് ഒരിക്കൽ ഇവിടെ എത്തിയ ഔറംഗസീബിന്റെ മകൾ ക്ഷേത്രത്തിന്റെ ഭംഗിയിൽ മതിമറന്ന് ഇവിടെ നിന്നും വരാൻ കൂട്ടാക്കിയില്ല അത്രേ. പിന്നീട് ക്ഷേത്രം നശിപ്പിക്കില്ല എന്ന് ഉറപ്പ് ലഭിച്ചതിനു ശേഷം മാത്രമാണ് മകൾ അവിടെ നിന്നിറങ്ങിയത് എന്നാണ് ചരിത്രം പറയുന്നത്. എന്തായാലും ഖുദർ ഖാൻ ഒരിക്കൽ ഈ ക്ഷേത്രം കീഴടക്കുകയും ഇവിടുത്തെ ശില്പങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. കോപേശ്വർ ക്ഷേത്രം 1109-നും 1178-നും ഇടയിൽ ശിലാഹാര രാജാവായ ഗാന്ധാദിത്യൻ, വിജയാദിത്യ, ഭോജിറ്റു എന്നിവർ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ലിഖിതങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു.